ഇല്ല, ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കാഴ്ചയില് ഈ പകിട്ടൊക്കെ ഉള്ളു സാർ. സാമ്പത്തികപരമായി വട്ടപൂജ്യത്തിൽ നിൽക്കുക സാറേ. ഇങ്ങനെ ഒരു സാധ്യത അറിഞ്ഞ് അതിൽ പ്രതീക്ഷ അർപ്പിച്ച് വന്നിരിക്കുക. നിരാശരാക്കി മടക്കി അയക്കരുത്. ഇടോ, കാഴ്ചയിലെ ഈ പകിട്ട് തന്നെയാണോ എവിടെയും പ്രശ്നം? ഇതിപ്പോ സത്യഭാമയെ പോലുള്ളവർ ഇങ്ങനെ ഒരു പ്രവൃത്തിയുമായി മുന്നിട്ടിറങ്ങുമ്പോ ആളുകൾ പറയും ഇവർക്ക് ഇത് എന്നാത്തിന്റെ കേടാണ്. കാര്യമാണ്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? നിക്കണോ അതോ പോണോ? കാര്യം നടക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് പാവപ്പെട്ടവർക്കുള്ള പണമാണ്. ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടേണ്ടവരും അവര് തന്നെയാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശാരദയുടെ സമ്മതം വാങ്ങി വരൂ, ഞാൻ ഫണ്ട് ശരിയാക്കി തരാം. അല്ലാതെ വളഞ്ഞ മാർഗത്തിലൊന്നും ഞാൻ നടത്തിക്കുകയില്ല, കൂട്ടു നിൽക്കുകയില്ല. എന്നാ പിള്ളേ നമുക്ക് പോകാം. ശരി. ഒന്ന് നിന്നേ. വകുപ്പുണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഫണ്ടും നിങ്ങൾക്ക് കിട്ടും. ശാരദ പോലും അറിയാതെ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആജീവനാന്തം നടത്താനുള്ള നടത്തി ഈട് വെക്കണമെന്നും പ്രമാണം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിൽ പിടിച്ചു നിർത്തി. ഒടുവിൽ പണം ഇല്ലെന്നും പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഈ പേരുമുഖവും ഞാൻ എന്റെ മെമ്മറി പേജിൽ കുറിച്ചിട്ടു. ഒരവസരം വരുമ്പോ ഉപയോഗിക്കാൻ. ഇതിപ്പോ ആ അവസരമാണ്. ലക്ഷണമൊത്ത കൊമ്പൻ നിന്നാലും കാശ ചെരിഞ്ഞാലും കാശാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അതായത് കളക്ടർ സ്ഥാനത്തിരിക്കുന്നവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അതൊന്നും വേറെ തന്നെയാ ശാലിനി. റിസപ്ഷനിൽ വന്ന് കളക്ടർ എന്ന് പറഞ്ഞില്ല, ഒരു നേഴ്സ് ഇറങ്ങി വന്നതാ വാതിലിനടുത്ത് വരെ എന്നെ കൊണ്ടാക്കി. കുത്തുകൊണ്ടാലെന്താ, രാജകീയ പരിചരണമല്ലേ കളക്ടർക്ക് കൊടുക്കുന്നത്. എല്ലാം സാധാരണക്കാരൻ കരം കൊടുക്കുന്ന കാശ. അനുഭവയോഗം തന്നെ. നിനക്കൊരു കൈ നോക്കായിരുന്നില്ലേ? ഇങ്ങനെ വന്ന് കിടക്കായിരുന്നല്ലോ. ഓ, നമ്മളെയൊക്കെ ഇതുപോലെ കുത്തിക്കൊണ്ടുവന്ന് കിടത്താൻ നമുക്കങ്ങനെ കൊമ്പത്തെ ശത്രുക്കളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇങ്ങനെ കിടന്നാലും സർക്കാർ ചെലവിൽ സംരക്ഷിക്കാൻ ആളുമില്ല. എന്താ പിന്നെ എഴുന്നള്ളിയത്? ചത്തോ ജീവിച്ചോന്ന് അറിയാൻ വന്നതാണോ? ഏൽപ്പിച്ചവന്റെ ഉന്നം കൃത്യമായില്ല, അതുകൊണ്ട് ജീവൻ പോയില്ല. കുത്തിയവന് നന്നായിട്ട് അറിയായിരിക്കും നിന്നെ കൊല്ലണോ അതോ പാതി ജീവനാക്കണോന്ന്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് സന്തോഷം. സത്യം പറയാലോ, ഞാൻ സന്തോഷിക്കുന്നുണ്ട് നീ രക്ഷപ്പെട്ടു വന്നതിൽ. നേർക്ക് നേർ നിന്ന് നേരിടാൻ ആരെങ്കിലൊക്കെ വേണ്ടേ ശാലിനി? അതും ഒപ്പത്തിനൊപ്പം പോന്നവര്. ശത്രുക്കൾ എത്രത്തോളം പ്രബലരാവുന്നോ അത്രത്തോളം തന്ത്രങ്ങളുടെ ശക്തി കൂടുന്നല്ലേ. എന്റെ ശക്തി ഒരല്പം കൂടട്ടെ. നിന്റെ ബുദ്ധിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ എനിക്കൊരല്പം ശക്തിയെങ്കിലും വേണ്ടേ? എനിക്കറിയായിരുന്നു കുത്തിയവന് വേണ്ടത് എന്റെ ജീവൻ.
ആ കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ. ആക്ച്വലി ഞാൻ എൻ്റെ മിട്ടുവിന് ഫുഡ് വാങ്ങാൻ ഇറങ്ങിയതാ. മിട്ടു എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. പക്ഷെ അവൾ ഹൈജീനിക്കായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഭയങ്കര വാശിക്കാരിയാ. ഈ കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധം അവക്ക്. ഈ ലോക്കൽ ഭക്ഷണം കഴിച്ചാ വൊമിറ്റ് ചെയ്യും. അപ്പോഴാ ജഗദീപ് വിളിച്ച് പറയുന്നത് പട്ടിക്ക് ഫുഡ് മേടിക്കുന്ന ഷോപ്പിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാ ശാലിനി പോറലേറ്റ് കിടക്കുന്നതെന്ന്. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് ഓറഞ്ചും മുന്തിരി ആപ്പിളും ഒക്കെ അങ്ങ് വാങ്ങിച്ചു. ഒന്ന് കണ്ടേക്കാന്ന് കരുതി, ഒരു ഫോർമാലിറ്റിക്ക്. ആമേ, എന്തായി പോയ കാര്യം? ബ്ലോക്ക് ഓഫീസറെ കണ്ടോ? എനിക്കിതെന്ത് പറ്റി? എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലോ. എടോ, എന്തോ പറ്റിയോടോ? തൻ്റെ കൊച്ചമ്മ സങ്കടപ്പെടാത്തേക്ക് പോയത്? എടോ, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞതുമില്ല, എൻ്റെ മുഖത്തോട്ട് നോക്കിയതുമില്ല. വിഷ്ണു കുഞ്ഞിനെ കണ്ടതിന്റെ സങ്കടമാ സാറേ. അല്ല, അവനെവിടെ കണ്ടത്? ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വെച്ച്